Hello dear students, we have JEE Main and phases wave optics physics second year chapter on wave optics. That's why questions pala phases questions questions discuss answer wave optics chapter question list out question two light beams of intensities in the ratio 9:4 allowed to interfere. The ratio of intensity of maxima and minima ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേവ് ഒപ്റ്റിക്സിൽ മാത്രമല്ല വേവ്സ് എന്നൊരു ചാപ്റ്ററിൽ ചോദിക്കാം ഇതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവ്സിലെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇൻറ്റൻസിറ്റി മാക്സിമകളുടെയും മിനിമകളുടെയും ഇൻറ്റൻസിറ്റീസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഐമാക്സ് ബൈ ഐ മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. ഐമാക്സ് ബൈ ഐ മിനിമം കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐമാക്സ് ബൈ ഐ മിനിമ ഈസ് ഈക്വൽ ടു ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐമാക്സ് ബൈ ഐ മിനിമ കണ്ടുപിടിക്കുന്നത്. റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ I1 വേണമെങ്കിൽ നമുക്ക് 9 ഇൻറ്റു I എന്ന് എഴുതാം. I2 നമുക്ക് എന്ത് എഴുതാം 4 ഇൻറ്റു I എന്ന് എഴുതാം. ശരിയാണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐ എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്ത് പോകും. സോ ഞാൻ 9 മാത്രമായിട്ട് എഴുതാണ്. റൂട്ട് ഓഫ് 9 പ്ലസ് റൂട്ട് ഓഫ് 4 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് റൂട്ട് ഓഫ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ സിമ്പിളായിട്ട് ചെയ്തുകൂടെ നമുക്ക്. റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് നമുക്കറിയാം 3 ആണ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3 ആണ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ is equal to 5 square divided by 1 square വരും. that is 25 divided by 1 എന്ന് വരും. 25:1 ആണ് ഐമാക്സിൻ്റെയും ഐമിനത്തിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. സോ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 25:1 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക ഇൻറ്റൻസിറ്റീസിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഐമാക്സ് ബൈ ഐമിന എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് I1 പ്ലസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് I1 മൈനസ് റൂട്ട് ഓഫ് I2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റനാണ് ചോദിച്ചത്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റനാണ് ചോദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ്. സോഡിയം ലൈറ്റ്സ് ഓഫ് വേവ് ലെങ്ത് 650 നാനോമീറ്റർ ആൻഡ് 655 nanometer is used to study diffraction at a single slit of aperture 0.5 millimeter. The distance between the slit and the screen is 2 meter. The separation between the positions of the first maxima of the diffraction pattern obtained in the two cases. Diffraction maxima. അത് വ്യത്യാസമുണ്ട്. ഇൻ്റർഫറൻസ് മാക്സിമന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിഫ്രാക്ഷൻ മാക്സിമ. ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A sin theta is equal to 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 എന്നാണ് നമ്മൾ ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ പറയുന്നത്. n ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. A sin theta ഈസ് ദ പാത്ത് ഡിഫറൻസ് അല്ലേ. പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് A sin theta എന്നാണ്. ഇറ്റ് ഈസ് 2n+1 ഇൻറ്റു ലാംഡ ബൈ 2. ഫസ്റ്റ് മാക്സിമ ആവുമ്പോൾ ഫസ്റ്റ് മാക്സിമ n ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം നമുക്ക്. സോ നമ്മുടെ ഇക്വേഷൻ വിൽ ബി A sin theta ഈസ് ഈക്വൽ ടു 2n+1 ഇൻറ്റു ലാംഡ ബൈ 2 ദാറ്റ് ഇസ് 3 ലാംഡ ബൈ 2. ശരിയാണോ? 3 ലാംഡ ബൈ 2. അപ്പോൾ ഡിഫ്രാക്ഷൻ മാക്സിമ എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സിംഗിൾ സ്ലിറ്റ് ആണ്. ഇത് നമ്മുടെ മിഡ് പോയിൻ്റ് ആണ്. ഇത് നമ്മുടെ സ്ക്രീനാണ്. ഇത് നമ്മുടെ സ്ക്രീനിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് മാക്സിമ ഫോം ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് കരുതുക. ഫസ്റ്റ് മാക്സിമ ഫോം ചെയ്യുന്ന പോയിൻ്റ് ഇതാണെന്ന് കരുതുക. സോ ദിസ് ഈസ് O എന്നെടുക്കാം. ദിസ് ഈസ് ഫസ്റ്റ് മാക്സിമയുടെ പോയിന്റ് ആണ്. ഫസ്റ്റ് മാക്സിമ ഇതിലേക്കൂടെ ലീനിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സേ y എന്നെടുക്കാം നമുക്ക്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം സ്ലിറ്റ് സെപ്പറേഷൻ, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D ആണ്. സിംഗിൾ സ്ലിറ്റ് ഇതാണ് സിംഗിൾ സ്ലിറ്റ്. ഇതിൻ്റെ വിഡ്ത്ത് A ആണെങ്കിൽ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് ക്യാപിറ്റൽ D ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് y ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് D എന്നെടുക്കാം. അപ്പോൾ ഓൾറെഡി നമുക്ക് സൈൻ തീറ്റ കിട്ടിയിട്ടുണ്ട്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2a എന്നും കിട്ടി. ശരിയല്ലേ? 3 ലാംഡ ബൈ 2a എന്ന് കിട്ടി. ഓക്കെ ആണോ? ഈ ഇങ്ങനെ കൊണ്ടുപോയാൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ 3 ലാംഡ ബൈ 2a എന്ന് കിട്ടും. നമുക്കറിയാം ഫോർ വെരി സ്മോൾ ആംഗിൾസ് ഓഫ് തീറ്റ, ഫോർ സ്മോൾ തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആണ്. ശരിയാണോ? പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. വളരെ ചെറിയ ആംഗിൾസിൽ തീറ്റ നമുക്ക് എടുക്കാൻ പറ്റും ഇത്. അപ്പോൾ നമുക്കിത് തീറ്റ ഈസ് ഈക്വൽ ടു y ബൈ d എന്നും തീറ്റ ഈസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2a എന്നും നമുക്ക് എടുക്കാം. കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഇത് രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്താൽ y ബൈ d ഈസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2a എന്ന് കിട്ടും.
ശരിയാണോ? അപ്പോൾ y ഈസ് ഈക്വൽ ടു 3 ലാംഡ ഡി ബൈ 2a എന്ന് നമുക്ക് കിട്ടും. നമുക്ക് വേണ്ടത് രണ്ട് വേവ് ലെങ്തുകളുടെ ഡിയും ക്യാപിറ്റൽ ഡിയും എ ഒന്നും മാറുന്നില്ല, സ്ലിറ്റ് വിഡ്ത്ത് മാറുന്നില്ല, സ്ലിറ്റും സ്ക്രീനും തമ്മിൽ സെപ്പറേഷൻ മാറുന്നില്ല, രണ്ട് വേവ് ലെങ്തുകളാണ് മാറുന്നത്. രണ്ട് വേവ് ലെങ്തുകളുടെ ഫസ്റ്റ് മാക്സിമങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് വേവ് ലെങ്തുകളുടെ ഫസ്റ്റ് മാക്സിമങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ നോക്കിയേ, അപ്പോൾ രണ്ട് വേവ് ലെങ്തുകളുടെ അപ്പോൾ y1 എന്നെടുക്കാം, ഇറ്റ് ഈസ് 3 ലാംഡ 1 ഡി ബൈ 2a. അടുത്ത വേവ് ലെങ്ത് വരുമ്പോഴത്തേക്ക് y2 ഈസ് ഈക്വൽ ടു 3 ലാംഡ 2 ഡി ബൈ 2a എന്നെടുക്കാം. സോ നമുക്ക് വേണ്ടത് y2 മൈനസ് y1 ആണെങ്കിൽ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു 3 ഡി ബൈ 2a. ഇത് കോമൺ ആണല്ലോ, ഇൻറ്റു ലാംഡ 2 മൈനസ് ലാംഡ 1 നമുക്ക് എടുക്കാം. ഓക്കെ ആണോ? സോ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ക്യാപിറ്റൽ ഡി, അതായത് സെപ്പറേഷൻ തന്നിട്ടുണ്ട് നമ്മളോട്. സെപ്പറേഷൻ 2 ആണ്, സെപ്പറേഷൻ ഈസ് 2 മീറ്റർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 0.5 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 10⁻³ ഇനി ലാംഡ 2ഉം ലാംഡ 1 നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ലാംഡ 2ഉം ലാംഡ 1 ക്വസ്റ്റ്യൻ നോക്കിയേ. ലാംഡ 2 ഈസ് 655, മറ്റേത് 650 അല്ലേ. 655 മൈനസ് 650 ഇത് നാനോമീറ്ററിലാണ്, ഇൻറ്റു 10⁻⁻9 വരും. സോ നമുക്കിത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 10⁻⁵ മീറ്റർ എന്ന് ആൻസർ കിട്ടും. 3 ഇൻറ്റു 10⁻⁵ മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ഡാഷ് ഇൻറ്റു 10⁻⁵ എന്നാണ്. അപ്പോൾ ആൻസർ വിൽ ബി 3 ആണ് കേട്ടോ. 3 ഇൻറ്റു 10⁻⁵ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിഫ്രാക്ഷൻ മാക്സിമയുടെ കണ്ടീഷൻ എടുത്തു, അതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ എടുക്കാം. ഡിസ്റ്റൻസിൻ്റെ ഒരു പൈതഗോറസ് ഐഡിയ വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ തേർഡ് ക്വസ്റ്റ്യൻ, if a wave gets refracted to denser medium, then which of the following is true എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വേവ്, ഇത് റേപ്റ്റിക്സിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വേവ് ഒരു മീഡിയത്തിലേക്ക് റിഫ്രാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബൗണ്ടറിയാണ്. ലൈറ്റ് ഇവിടെ നിന്ന് റിഫ്രാക്ട് ചെയ്തതിലേക്ക് പോവുകയാണ്. സേ ഇറ്റ് ഈസ് ഇൻ ടു എ ഡെൻസർ മീഡിയം. സോ ദിസ് ഈസ് റയറർ മീഡിയം ആൻഡ് ദിസ് ഈസ് ഡെൻസർ മീഡിയം എന്ന് വിചാരിക്കുക. ഡെൻസർ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ചേഞ്ച് വരുന്നത് നോക്കുക. എന്തൊക്കെ പാരാമീറ്റേഴ്സിനാണ് ചേഞ്ച് വരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എയറിലെ വേവ് ലെങ്ത് സി ആണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എയറിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ സി, ലൈറ്റിൻ്റെ വെലോസിറ്റി വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ സി ആണെന്ന് വിചാരിച്ചോ. വേവ് ലെങ്ത് ലാംഡയാണെന്ന് വിചാരിക്കുക, ഫ്രീക്വൻസി ന്യൂ ആണെന്ന് വിചാരിക്കുക, ടൈം പീരീഡ് ടി ആണെന്ന് വിചാരിക്കുക, എനർജി ഇ ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് മീഡിയത്തിനകത്തേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഡെൻസർ മീഡിയത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി മാറാറുണ്ടല്ലേ. വെലോസിറ്റി, മീഡിയത്തിനകത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എയറിലെ വെലോസിറ്റി ഡിവൈഡ് ബൈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ശരിയാണോ? അപ്പോൾ v = c/n ആയിട്ട് കുറയും. ശരിയല്ലേ? വേവ് ലെങ്ത് ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. വേവ് ലെങ്ത് ലാംഡ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് കുറയും. വാട്ട് അബൌട്ട് ഫ്രീക്വൻസി? ന്യൂ ഡാഷ്. ന്യൂ ഡാഷ് മാറോ? ന്യൂ ഡാഷ് മാറത്തില്ല. ന്യൂ ഡാഷ് വിൽ ബി ന്യൂ. എന്താ കാര്യം? ഫ്രീക്വൻസി ഈസ് എ ക്യാരക്ടർ ഓഫ് സോഴ്സ്. ഫ്രീക്വൻസി ആരുടെ ക്യാരക്ടറാണ്? സോഴ്സിൻ്റെ ക്യാരക്ടറാണ്. മീഡിയം മാറിയതുകൊണ്ട് ഫ്രീക്വൻസി മാറത്തില്ല. സോഴ്സ് തന്നെ മാറിയാലാണ് ഫ്രീക്വൻസി മാറുന്നത്. ഇവിടെ സോഴ്സ് മാറുന്നില്ല, മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി വിൽ ബി ഇൻടാക്ട്. സോ ഫ്രീക്വൻസി മാറായിരുന്നാൽ എനർജി E = h എന്നല്ലേ. അപ്പം എനർജിയും എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഫ്രീക്വൻസി നമുക്കറിയാമെങ്കിൽ 1 ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടി ഡാഷ് എന്ന് പറഞ്ഞത് എന്ത് തന്നെ ആയിരിക്കും? ടി തന്നെ ആയിരിക്കും. അപ്പോൾ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് എ ഡെൻസർ മീഡിയം എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാത്തത്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് എ ഡെൻസർ മീഡിയം, ഓർത്തിരിക്കുക, സ്പീഡ്, വെലോസിറ്റി, വേവ് ലെങ്ത് ഇതെല്ലാം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓൾ ഡിക്രീസസ്. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാത്തത്? ഓർത്തിരിക്കുക, ചേഞ്ച് ചെയ്യാത്തത് ഫ്രീക്വൻസി, എനർജി, ടൈം പീരീഡ് ഇതെല്ലാം എന്തായിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇത് രണ്ടും ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നു, ഇതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്ഷൻ നോക്കിയേ, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ആൻഡ് ഫ്രീക്വൻസി ഡിക്രീസസ്. തെറ്റല്ലേ? ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യത്തില്ല. വേവ് ലെങ്ത് ഇൻക്രീസസ്, സ്പീഡ് ഡിക്രീസസ്, ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റന്റ്. വേവ് ലെങ്ത് ഇൻക്രീസസ്, സ്പീഡ് ഡിക്രീസ്, രണ്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ശരിയല്ലേ? വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഡിക്രീസസ് ബട്ട് ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റന്റ്. കറക്റ്റ് അല്ലേ? വേവ് ലെങ്ത്, സ്പീഡ്, ഫ്രീക്വൻസി ഇൻക്രീസ്. തെറ്റാണ്. അപ്പം റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വേവ് ലെങ്ത്, സ്പീഡ് ഡിക്രീസസ് ബട്ട് ഫ്രീക്വൻസി റിമൈൻസ് കോൺസ്റ്റന്റ്. വേവ് ലെങ്ത്, സ്പീഡ് ഡിക്രീസസ്, ഫ്രീക്വൻസി റിമൈൻസ്
കോൺസ്റ്റൻറ്റ്. റൈറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. Fourth question, in Young's doubles experiment, two slits are 0.6 mm distance apart. Interference pattern is observed on screen at a distance 80 cm from the slit. The first dark fringe is observed on screen directly opposite to one of the slits. Then the wavelength of light will be. അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന യങ്സ് ഡബിൾസ് എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ വരയ്ക്കാം. നമുക്ക് സോഴ്സാണ് YDSCയുടെ സോഴ്സാണ് ഈ വരച്ചിരിക്കുന്നത്. സോഴ്സ്, 2 പാരലൽ സ്ലിറ്റുകൾ, സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള അകലം ക്യാപിറ്റൽ D. ഇത് സ്ലിറ്റുകൾ S1 S2, ഇത് D ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റനിൽ ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജസ്റ്റ് ഓപ്പോസിറ്റ് വൺ ഓഫ് ദ സ്ലിറ്റ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയും പറയാം, 2 രീതി പറയാം. ഒന്നുകിൽ ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്സ്, ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ് ഓൺ ദ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിൻ്റാണ് വരുന്നത്. മനസ്സിലല്ലോ, ഞാൻ ഈ റെഡ് കളർ ഇടുന്ന പോയിൻ്റാണ് വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, സ്ക്രീനിലായിരിക്കും, പക്ഷേ സ്ലിറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്ലിറ്റിൻ്റെ എക്സാക്ട്ലി ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഇവിടെയും വന്നൂടെ, ഇവിടെയും വരാം. എക്സാക്ട്ലി ഏതെങ്കിലും ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ്. നമുക്ക് ഈ ഒരു പോയിന്റ് എക്സാക്ട്ലി ഓൺ ദ സ്ക്രീൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ വൺ ഓഫ് ദ സ്ലിറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് D ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, D/2 ആയിരിക്കും. ശരിയല്ലേ, ഈ ഡിസ്റ്റൻസും D/2 ആയിരിക്കും. അപ്പോൾ ഇത് CBB ആണല്ലോ, സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ആണ്, 0 ഓർഡർ മാക്സിമം ആണിത്. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് P നിർത്താൽ അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് x ഈസ് ഈക്വൽ ടു എന്ന് വരും D/2 എന്ന് വരും. ശരിയാണോ, x ഈസ് ഈക്വൽ ടു D/2. ഓർത്തിരിക്കുക, ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും സെൻട്രൽ മാക്സിമേന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം എന്തായിരിക്കും, സെൻട്രൽ മാക്സിമേന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം ജസ്റ്റ് സ്ലിറ്റ് സെപ്പറേഷൻ്റെ പകുതിയായിരിക്കും. ശരിയല്ലേ. അപ്പോൾ നമ്മളോട് അവിടെ എന്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് വരുന്നു. നമുക്കറിയാം ഡിഫ്രാക്ഷനിൽ ഫോർ മിനിമ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 2n - 1 × λ/2 ആണ് അല്ലേ. 2n - 1 × λ/2 ആണ്. വേറെ n ഈസ് ഈക്വൽ ടു 1 2 3 4 എക്സെട്ര. n 1 കൊടുത്താൽ ആദ്യത്തെ മിനിമം കിട്ടും ഏതാണ്, λ/2 കിട്ടും. സെക്കൻഡ് മിനിമ 3λ/2, 5λ/2, അങ്ങനെയാണ് മിനിമകൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഡാർക്ക് ബാൻഡ്, ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് എന്ന് പറയുന്നതിൻ്റെ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും, λ/2 ആയിരിക്കും. ശരിയാണോ, ഉറപ്പായിട്ടും ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് പാത്ത് ഡിഫറൻസ് λ/2 ആണ്. ശരിയല്ലേ. ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് ആകുമ്പോൾ അതിൻ്റെ പാത്ത് ഡിഫറൻസ് λ/2 ആണ്. പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഡെറിവേഷനിലൂടെ പഠിച്ചിട്ടുണ്ട്, xd/d ആണ് അല്ലേ. ഫോർ സ്മോൾ ആംഗിൾസ് ഓഫ് തീറ്റ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, സെൻട്രൽ മാക്സിമം ആ പോയിന്റിലേക്കുള്ള ദൂരം ഇൻറ്റു സ്ലിറ്റ് സെപ്പറേഷൻ ഡിവൈഡ് ബൈ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള സെപ്പറേഷൻ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, x എന്ന് പറയുന്നത് എന്താണ്, D/2 ആണ് അല്ലേ. x ഈസ് ഈക്വൽ ടു D/2 ആണ്. അപ്പോൾ നമുക്ക് എക്സിന് പകരം D/2 × D ഡിവൈഡഡ് ബൈ D എന്ന് കൊടുക്കാം, ഉറപ്പല്ലേ. അപ്പോൾ D²/2D എന്ന് കിട്ടും. അതാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. Δx ഈസ് D²/2D. അതെന്ത് വരണം, ഫസ്റ്റ് ഡാർക്ക് ബാൻഡിനെ വരണം. അപ്പോൾ ഫോർ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ് നമ്മൾ പറഞ്ഞു Δx ഈസ് ഈക്വൽ ടു λ/2 ആണ്. സോ D²/2D എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, λ/2 എന്ന് കിട്ടും. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് വേണ്ട എന്താണ്, വേവ് ലെങ്ത് ആണ്. λ ഈസ് എക്സാക്ട്ലി D²/D ആയിരിക്കും. D²/D. ഡിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണെന്നുണ്ടെങ്കിൽ, ഡിയുടെ വാല്യൂ 0.6 മില്ലിമീറ്റർ. 0.6 × 10⁻³ അതിൻ്റെ സ്ക്വയർ വരും, D² ഡിവൈഡ് ബൈ ക്യാപിറ്റൽ D. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 80 സെൻറ്റിമീറ്റർ. 80 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 80 × 10⁻² വരും. ശരിയല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 450 × 10⁻⁹ മീറ്റർ എന്ന് കിട്ടും. ശരിയല്ലേ. ഇത് സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും, ദാറ്റ് ഈസ് 450 നാനോമീറ്റർ എന്ന് കിട്ടും. നമുക്ക് വേവ് ലെങ്ത് നാനോമീറ്ററിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ബി 450 നാനോമീറ്റർ എന്ന് കിട്ടും. എക്സാക്ട് ആൻസർ വിൽ ബി, ന്യൂമറിക്കൽ ക്വസ്റ്റൻ ആണ്. സോ ആൻസർ വിൽ ബി 450 നാനോമീറ്റർ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ ഇവിടെ, ഏത് പോയിന്റിലെയും പാത്ത് ഡിഫറൻസ് ഡിസ്റ്റൻസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ xd/d ആണ്. ഫോർ മിനിമ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻസ് കണ്ടീഷൻസ് λ/2, 3λ/2, 5λ/2, 7λ/2, അങ്ങനെയാണ് ഡാർക്ക് ബാൻഡിൻ്റെ കണ്ടീഷൻസ് പോകുന്നത്. മാക്സിമം ആണെന്ന് പറഞ്ഞെങ്കിലോ λ, 2λ, 3λ, 4λ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തേനെ. ഓക്കെ. അടുത്തത്, ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വിത്ത് മോണോക്രോമാറ്റിക് ലൈറ്റ്, ഫ്രിഞ്ചസ് ആർ ഒബ്റ്റൈൻഡ് ഓൺ സ്ക്രീൻ പ്ലേസ്ഡ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ സ്ലിറ്റ്. If the screen is moved by 5 × 10⁻² meter towards the slit, the change in fringe width is 3 × 10⁻³ centimeter. If the distance between the slit is 1 millimeter, then the wavelength of light used will be. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, YDSCയിൽ നമുക്ക് ഫ്രിഞ്ചസ് കിട്ടി, സ്ക്രീൻ ഒരു സെപ്പറേഷനിൽ വെച്ചിരുന്നപ്പോൾ
സ്ക്രീൻ ഈസ് മൂവ്ഡ് ബൈ 5 × 10⁻² മീറ്റർ. പുതിയ സെപ്പറേഷൻ അല്ല തന്നേക്കുന്നത്, പുതിയ ക്യാപിറ്റൽ ഡി അല്ല തന്നേക്കുന്നത്. ആ സ്ക്രീൻ കുറച്ചുകൂടെ അടുത്ത് വെച്ചാൽ എത്രമാത്രം ചേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് 5 × 10⁻². അപ്പം പുതിയ ഡി എന്ന് പറയുന്നത് പഴയ ഡിയുമായിട്ടുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത് 5 × 10⁻² മീറ്റർ. ഇത് ചേഞ്ചിന് ഫ്രിഞ്ച് വിഡ്ത്ത് തന്നേക്കുന്നത്, പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല, അതും തെറ്റിക്കരുത്, പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് അല്ല തന്നേക്കുന്നത്, ചേഞ്ച് നേരത്തെ നിന്നുള്ള ചേഞ്ചാണ് തന്നേക്കുന്നത്. പിന്നെ സ്മോൾ ഡി തന്നിട്ടുണ്ട്, അത് മാറ്റമൊന്നുമില്ല. രണ്ട് കേസിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? സ്മോൾ ഡി ആണ് 1 മില്ലിമീറ്റർ. വേവ് ലെന്ത് ആണ്, അതും കോമൺ ആണ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ സ്മോൾ ഡി ആണ്, ശരിയല്ലേ? കേസ് 1 നമുക്ക് ക്യാപിറ്റൽ ഡി ആണ് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ വെച്ചിരിക്കുന്നത്. സ്മോൾ ഡി സ്ലിറ്റ് സെപ്പറേഷൻ, ലാംഡ വേവ് ലെന്ത്, ബീറ്റ ഫ്രിഞ്ച് വിഡ്ത്തും ആണെങ്കിൽ ബീറ്റ ഈക്വൽ ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടി. രണ്ടാമത്തെ കേസിൽ ഏത് മാറി? കേസ് 2 എടുത്തപ്പോൾ ബീറ്റ മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ബീറ്റ ഡാഷ്. ലാംഡ മാറിയോ? ഇല്ല. ക്യാപിറ്റൽ ഡി മാറിയോ? മാറി, അല്ലേ? ഡി ഡാഷ് ആയി. സ്മോൾ ഡി മാറിയോ? ഇല്ല. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ എടുത്താൽ നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. ബീറ്റ ഡാഷ് മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി ഇൻറ്റു ഡി ഡാഷ് മൈനസ് ഡി. ഓക്കെ ആണോ? ബീറ്റ ഡാഷ് മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ഡി ഇൻറ്റു ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഡി. ആണോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ലാംഡ എന്ന് പറയുന്നത് എന്ത് വരും? ചേഞ്ച് ഇൻ ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു സ്മോൾ ഡി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ക്യാപിറ്റൽ ഡി വരും, അല്ലേ? ഡെൽറ്റ ബീറ്റ ഇൻറ്റു സ്മോൾ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി എന്ന് വരും, ശരിയാണല്ലോ? ഡെൽറ്റ ബീറ്റ തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 × 10⁻³ സെൻറ്റിമീറ്റർ ആണ്. 3 × 10⁻5 മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? സ്മോൾ ഡി തന്നിട്ടുണ്ട്, സ്ലിറ്റ് സെപ്പറേഷൻ ഇസ് 1 മില്ലിമീറ്റർ, ദാറ്റ് ഈസ് 10⁻³ മീറ്റർ ഡിവൈഡ് ബൈ ഡെൽറ്റ ഡി. ക്യാപിറ്റൽ ഡിക്ക് ഉണ്ടായ ചേഞ്ച് തന്നിട്ടുണ്ട് 5 × 10⁻² മീറ്റർ, ശരിയല്ലേ? അപ്പോൾ ഇത് കിട്ടുന്നത് 600 3/5 എന്ന് പറയുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 0.6 വരും. 600 നാനോമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. 600 × 10⁻⁹ എന്നാണ് കിട്ടുന്നത്. സോ ഇറ്റ് വിൽ ബി 600 നാനോമീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ബീറ്റയുടെ ഒരു ചേഞ്ച് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ബീറ്റ പുതിയ ഡി അല്ല തന്നിരിക്കുന്നത്. പുതിയ ബീറ്റയിൽ നിന്നുണ്ടായ ഡിഫറൻസ്, പഴയ ബീറ്റയിൽ നിന്ന് പുതിയ ബീറ്റയിൽ തമ്മിലുള്ള ഡിഫറൻസ്, പുതിയ ക്യാപിറ്റൽ ഡിയും പഴയ ക്യാപിറ്റൽ ഡിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അതനുസരിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. സിമ്പിളായുള്ള ക്വസ്റ്റൻ ആണ്. 6th ക്വസ്റ്റൻ, യൂസിങ് യങ്സ് ഡബിൾസ് എക്സ്പെരിമെന്റ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 5000 ആംഗ്സ്ട്രോം പ്രൊഡ്യൂസസ് ഫ്രിഞ്ച് വിഡ്ത്ത് 0.5 മില്ലിമീറ്റർ. If another monochromatic light of wavelength 6000 angstrom is used and the separation between the slits is double, then the new fringe width will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഒരു ബീറ്റ ഉണ്ടായിരുന്നു. ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം. ബീറ്റ എന്ന് പറയുന്നത് ഡി ക്യാപിറ്റൽ ഡി ഇൻറ്റു ലാംഡ ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നാണ്, അല്ലേ? പുതിയ ബാൻഡ് വിഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഡി ലാംഡ ബൈ ഡി അറിയാം. നമുക്കറിയാം ആദ്യത്തെ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 0.5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ വേവ് ലെന്ത് തന്നിട്ടുണ്ട്. പുതിയൊരു വേവ് ലെന്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ഉറപ്പായിട്ടും മാറൂലേ? മാറും. നമുക്ക് ബീറ്റ ഡാഷ് എടുക്കാം. വേവ് ലെന്ത് മാറി, അല്ലേ? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് മാറി. ഒരു കാര്യം മാറിയിട്ടില്ല എന്ന ഉറപ്പാണ്. ക്യാപിറ്റൽ ഡിയുടെ കാര്യം ക്വസ്റ്റിൽ എങ്ങും മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അത് മാറിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം, അല്ലേ? അപ്പോൾ പുതിയ ബീറ്റ ഡാഷ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ഡി മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷേ ലാംഡ ഡാഷ് ആക്കണം. സ്മോൾ ഡി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ട്വൈസ്, അല്ലേ? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഈസ് ഡബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2DI എന്നാണ് അതിൻ്റെ മീനിങ്, ശരിയല്ലേ? അപ്പോൾ ബീറ്റ ബൈ ബീറ്റ ഡാഷ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബീറ്റ ബൈ ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി ഇൻറ്റു 2D ബൈ ഡി ലാംഡ ഡാഷ് എന്നെടുത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? ക്യാപിറ്റൽ ഡിയും ക്യാൻസൽ ചെയ്തു പോകും. സ്മോൾ ഡിയും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ലാംഡ ബൈ 2 ലാംഡ ബൈ ലാംഡ ഡാഷ് എന്ന് വരും, ശരിയാണോ? 2 ലാംഡ ബൈ ലാംഡ ഡാഷ്. അപ്പോൾ ബീറ്റ ഡാഷ് എന്ത് വരും? പുതിയ ബാൻഡ് വിഡ്ത്ത് അല്ലേ നമുക്ക് ആവശ്യം. ബീറ്റ ഡാഷ് അങ്ങോട്ട് പോകും. ബീറ്റ ഇൻറ്റു ലാംഡ ഡാഷ് ഡിവൈഡഡ് ബൈ 2 ലാംഡ എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? ബീറ്റ ഡാഷ് അങ്ങോട്ട് പോകും. ബീറ്റ ഇൻറ്റു ലാംഡ ഡാഷ് ഡിവൈഡ് ബൈ 2 ലാംഡ. പഴയ ബീറ്റ, ഓൾഡ് ബീറ്റ, ഇനീഷ്യൽ കേസിൽ ബീറ്റ തന്നിട്ടുണ്ട് 0.5 മില്ലിമീറ്റർ 10⁻³ ലാംഡ ഡാഷ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 6000 ആംഗ്സ്ട്രോം 6 × 10⁻7 മീറ്റർ ഡിവൈഡ് ബൈ പഴയ വേവ് തന്നിട്ടുണ്ട് 5 × 10⁻7 മീറ്റർ ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ടല്ലേ, 2 × ലാംഡ അല്ലേ വരുന്നത്, 2 × 5 × 10⁻7. സോ 5 ക്യാൻസൽ ചെയ്യുമ്പോൾ വിചാരിക്കുക 6/2 എന്നാണ് 3 വരും. അപ്പോൾ ഓപ്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. 0.3 × 10⁻³ മീറ്റർ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് കിട്ടും 0.3 മില്ലിമീറ്റർ. പുതിയ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.3, പഴയത് 0.5 ആയിരുന്നെങ്കിൽ അത് എത്രയായിട്ട് കുറഞ്ഞു? 0.3 മില്ലിമീറ്റർ ആയിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവാതെയാണ്. ഓക്കെ അല്ലേ? 7th ക്വസ്റ്റ്യൻ, in Young's doubles experiment performed use a monochromatic light of wavelength lambda when
a glass plate of mu 1.5 of thickness x lambda is introduced in the path of one of the interfering beams. The intensity of the position where the central maximum occurred previously remains unchanged. The value of x will be എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം YDSയിൽ നമുക്ക് സ്ലിറ്റ് ഉണ്ട് S1 S2 സെപ്പറേഷൻ ക്യാപിറ്റൽ D സ്ക്രീനാണ്. നോർമലി ഇവിടെ നമുക്ക് എന്താ കാണുന്നത് സി ബി ബി എന്ന് വെച്ചാൽ IMAX അല്ലേ, മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ളൊരു പോയിന്റാണ് സെൻറ്ററിൽ കാണുന്നത്. പക്ഷേ നമ്മൾ പിന്നെ ട്രാൻസ്പാരൻറ്റ് സ്ലാബ് വെക്കുകയാണ്. ഒരു ട്രാൻസ്പാരൻറ്റ് സ്ലാബ് ഏതെങ്കിലും ഒരു സ്ലിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കുകയാണെങ്കിൽ തിക്നെസ് ടിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ് അല്ലേ, CBB വിൽ ബി ഷിഫ്റ്റഡ് ടു എ പോയിന്റ് വേർ ദ പാത്ത് റെഫറൻസ് ബിക്കം 0. CBB ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. CBBയുടെ പൊസിഷനിൽ എന്തുണ്ടാവും, ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. CBBക്ക് പകരം ഈ ഗ്ലാസ് ലാബ് എത്ര പാത്ത് ഇവിടെ സാധാരണഗതിയിൽ നമുക്കറിയാം ലൈറ്റ് ഇവിടെ നിന്ന് നേരെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പാത്ത് റെഫറൻസ് ഒന്നും തന്നെ ഇല്ല അല്ലേ. പക്ഷേ ഒരു ഗ്ലാസ് ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിനും ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിനും ചെറിയ പാത്ത് റെഫറൻസ് ഉണ്ട്. ആര് കാരണം ഉണ്ടാകുന്ന പാത്ത് റെഫറൻസാണ്, ഗ്ലാസ് ലാബ് കാരണം ഉണ്ടാകുന്ന പാത്ത് റെഫറൻസാണ്. അപ്പോൾ ഗ്ലാസ് ലാബ് കാരണം എത്ര പാത്ത് റെഫറൻസാണ് ഉണ്ടാകുന്നത് അതിന് കറസ്പോണ്ടിങ് ആയുള്ള ബാൻഡാണ് ഉണ്ടാകുന്നത്. ഗ്ലാസ് ലാബ് കാരണം ഉണ്ടാകുന്ന പാത്ത് റെഫറൻസ് ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യുമെങ്കിൽ, അപ്പോൾ അതായത് ലാംഡ 2 ലാംഡ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു മാക്സിമം തന്നെ വരും. ഇൻറ്റൻസിറ്റി പഴയത് തന്നെ ആയിരിക്കും. ശരിയല്ല, കാര്യം എല്ലാ മാക്സിമങ്ങൾക്കും ഒരേ ഇൻറ്റൻസിറ്റിയാണ് IMAX. ഇനി ഗ്ലാസ് ലാബ് കാരണമുള്ള പാത്ത് റെഫറൻസ് λ/2 3 λ/2 5 λ/2 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതൊരു മിനിമയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ ഒരു മിനിമ ആയിരിക്കും സെൻട്രൽ, ഇൻസ്റ്റെഡ് ഓഫ് സെൻട്രൽ മാക്സിമം അവിടെ വരുന്ന ഒരു മിനിമ ആയിരിക്കും. അപ്പോൾ ഇൻറ്റൻസിറ്റി വിൽ ബി റെഡ്യൂസ്ഡ് ടു എന്തായിരിക്കും, 0 ആയിരിക്കും, 0 ആയിട്ട് മാറും. കാര്യം എന്താ, മിനിമയുടെ ഇൻറ്റൻസിറ്റി മിനിമം എപ്പോഴും 0 ആണ്. ഇനി ഗ്ലാസ് ലാബ് കാരണമുള്ള പാത്ത് റെഫറൻസ് മാക്സിമയുടെ പാത്ത് റെഫറൻസും അല്ല മിനിമയുടെ പാത്ത് റെഫറൻസും അല്ല. ഇപ്പോൾ ഇതാണ് λ/6 λ/3 ഒക്കെ വരികയാണെങ്കിൽ എക്സാക്ട്ലി മാക്സിമം അല്ല എക്സാക്ട്ലി മിനിമം അല്ല, ഇൻ്റർമീഡിയറ്റ് ഇൻറ്റൻസിറ്റി ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഗ്ലാസ് ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷവും ദ ഇൻറ്റൻസിറ്റി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഇൻറ്റൻസിറ്റി സെൻട്രൽ മാക്സിമം വരുന്ന പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെൻട്രൽ മാക്സിമം അവിടെ തന്നെ ഇരിക്കുമെന്നല്ല എൻ്റെ മീനിങ്. സെൻട്രൽ മാക്സിമം പോയിട്ട് പകരം വരുന്നതും ഇത് തന്നെയാണ്, ഒരു മാക്സിമം തന്നെയാണ് എന്നാണ് നമ്മുടെ അതിൻ്റെ മീനിങ്. ശരിയല്ലേ, സെൻട്രൽ മാക്സിമം പകരം വന്നത് ഒരു മാക്സിമമാണ്, ബ്രൈറ്റ് ബാൻഡ് ആണ് വന്നത്, മിനിമം അല്ല. മിനിമം ആയിരുന്നെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അവിടെ ഇൻറ്റൻസിറ്റി എന്തായിപ്പോയനെ, 0 ആയിപ്പോയനെ. അപ്പോൾ സെൻട്രൽ മാക്സിമം പോയിട്ട് പകരം വന്നതും എന്ത് തന്നെയാണ്, ഒരു മാക്സിമം തന്നെയാണ്, ഏതോ ഒരു മാക്സിമം അവിടെ വന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ലാംഡ തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് ലാബാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഗ്ലാസ് ലാബ് കാരണം ഉണ്ടാകുന്ന അഡീഷണൽ പാത്ത് റെഫറൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അഡീഷണൽ പാത്ത് റെഫറൻസ് ഡ്യൂ ടു ദ സ്ലാബ് എന്ന് പറയുന്നത് എപ്പോഴും അഡീഷണൽ പാത്ത് റെഫറൻസ് അറ്റ് O എന്ന് പറഞ്ഞാൽ സെൻട്രൽ മാക്സിമയുടെ പൊസിഷൻ ഓയിലുണ്ടാകുന്നത് ഇനിഷ്യലി പ്രീവിയസ്ലി സെൻട്രൽ മാക്സിമം വരുന്ന പൊസിഷൻ ഡ്യൂ ടു സ്ലാബ് അല്ലെങ്കിൽ ഗ്ലാസ് ലാബ് കാരണമുള്ള പാത്ത് റെഫറൻസ് Δx എന്ന് പറയുന്നത് എപ്പോഴും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് -1 ഇൻറ്റു തിക്നെസ് ആയിരിക്കും, μ -1 ഇൻറ്റു T ആണ്. ശരിയല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, ഒരു മാക്സിമയ്ക്ക് ഈക്വൽ ആയിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. സോ സിൻസ് ഇൻറ്റൻസിറ്റി റിമൈൻ അൺചേഞ്ച്ഡ് μ -1 ഇൻറ്റു T എന്ന് പറയുന്നത് എന്തായിരിക്കണം, n ലാംഡ ആയിരിക്കണം. n ലാംഡ അല്ലെങ്കിൽ ലാംഡയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. 2 ലാംഡ 3 ലാംഡ അല്ലെങ്കിൽ ലാംഡ 2 ലാംഡ 3 ലാംഡ 4 ലാംഡ ഏത് വന്നാലും ഇവിടെ മാക്സിമം വരും. അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു മാക്സിമം ആയിരിക്കണം. ഇപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 -1 ഇൻറ്റു T. T എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ലാംഡ എന്ന് പറഞ്ഞാൽ തിക്നെസ് എക്സ് ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു n ലാംഡ. ഇനി നമുക്ക് 1 കൊടുക്കാം. n 1 കൊടുത്താൽ എന്താ വരുന്നത്, ലാംഡയും ഫസ്റ്റ് മാക്സിമം എടുക്കുകയാണ് നമ്മൾ. ഏറ്റവും മിനിമം തിക്നെസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ മാക്സിമം അവിടെ വരുന്നത് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ എന്നിന് നമ്മൾ 1 കൊടുക്കാം. അപ്പോൾ ലാംഡ എന്ന് കിട്ടും. ലാംഡയും ക്യാൻസൽ ചെയ്തു പോകും. 1.5 -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0.5 വരും. ശരിയാണോ, 0.5 വരും. 0.5 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ശരിയാണോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ എന്ത് വരും, 1/0.5 എന്ന് വരും. 1/0.5 എന്ന് എത്രയാണ്, 2 ആണ് അല്ലേ. എക്സിൻ്റെ മിനിമം വാല്യൂ അപ്പോൾ എത്രയാണ്, 2 ആണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്, ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇക്വേഷൻ സിമ്പിളാണ്, പക്ഷേ നമ്മൾ ആ ഒരു ഐഡിയ ആലോചിച്ച് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി യങ്സ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ദ ആംഗിൾ ഓഫ് വിഡ്ത്ത് ഓഫ് ദ ഫ്രിഞ്ച് ഈസ് 0.35 degree on the screen placed at 2 meter away from the particular wavelength of 450 nanometer. The angle of width of the fringe when whole system is immersed in a refractive index of 7/5 is 1/alpha. The value of alpha ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആംഗിൾ ഓഫ് വിഡ്ത്ത് ഒരു മീഡിയത്തിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ അതിനെ മീഡിയം ബീറ്റ എന്ന് പറഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ബീറ്റ ഈസ് λ/d/d ആണ്. ഒരു മീഡിയത്തിൽ വിത്തൗട്ട് ഡിസ്റ്റർബിങ് ജോമെട്രിക്കൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ ഇൻവേഴ്സ് ചെയ്താൽ ക്യാപിറ്റൽ ഡീസ് മോൾഡ് ഒന്നും മാറില്ല, പക്ഷേ വേവ് ലെന്ത് മാറുമെന്ന് കുറച്ച് മുമ്പ് ഒരു ക്വസ്റ്റനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ.
വേവ് ലെന്ത് മാറിയാൽ അത് ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ലാംഡ ആയതുകൊണ്ട് വേവ് ലെന്ത് മാറിയാൽ അത് ആരെയും അഫക്റ്റ് ചെയ്യും, ബീറ്റയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻ മീഡിയം ബീറ്റ ഡാഷ് എന്ന് പറഞ്ഞാൽ പഴയ ബീറ്റ ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ ആംഗുലർ വിഡ്ത്ത് ആൽഫ, അല്ലെങ്കിൽ ആംഗുലർ വിഡ്ത്ത് നമുക്ക് തൽക്കാലം തീറ്റ എന്ന് എടുക്കാം, ഇവിടെ ആൽഫ എന്ന് കൊടുത്തിരിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ബൈ സ്മോൾ ഡി ആണ്. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ലാംഡയാണ് അല്ലേ. അപ്പോൾ ഇൻ മീഡിയം എടുത്തു കഴിഞ്ഞാൽ മീഡിയം തീറ്റ ലാംഡയ്ക്ക് പ്രൊപ്പോർഷൻ ആണ്. മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലാംഡ ബൈ എന്നായിട്ട് കുറയും. അപ്പോൾ തീറ്റയും എന്തായിട്ട് കുറയും, തീറ്റ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് കുറയും. ശരിയല്ലേ, തീറ്റ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് കുറയും. അപ്പോൾ ഇവിടുത്തെ പുതിയ ആംഗുലർ വിഡ്ത്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1/α എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/α എന്ന് പറയുന്നത് തീറ്റ, പഴയ തീറ്റ ഡിവൈഡ് ബൈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ തീറ്റ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്, 0.30, 0.35 അല്ലേ, 0.35 ഡിവൈഡ് ബൈ 7/5. അപ്പോൾ 1/α ഈസ് ഈക്വൽ ടു എന്ത് വരും, 0.35 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. ശരിയാണോ? അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും, ആൽഫ ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 0.35 ഇൻറ്റു 5 എന്ന് വരും. 7 ഡിവൈഡ് ബൈ 0.35 ഇൻറ്റു 5 എന്ന് വരും. ശരിയാണോ? സോ ഇറ്റ് വിൽ ബി 0.25 എന്ന് കിട്ടും. പുതിയ ആൽഫ എന്ന് പറയുന്നത് 1/0.25 എന്ന് വരും. 1/0.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ് അല്ലേ, 4 ആണ്. ആൽഫയുടെ വാല്യൂ 4 വരും. പുതിയ ആംഗുലർ വിഡ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ആംഗുലർ വിഡ്ത്ത് തീറ്റ എന്ന് പറഞ്ഞാൽ 0.25 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. 0.25 ഡിഗ്രി എന്ന് കിട്ടും. പക്ഷെ ഇവിടെ തെറ്റിക്കരുത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1/α ആൽഫയുടെ വാല്യൂ ആണ്. 1/α ആണ് പുതിയ ആംഗുലർ വിഡ്ത്ത്, അതിൽ ആൽഫയുടെ വാല്യൂ ആണ്. അപ്പോൾ ആംഗുലർ വിഡ്ത്ത് ഡിവൈഡ് ബൈ പുതിയ ആംഗുലർ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 1/0.25 എടുക്കണം. ശരിയല്ലേ? അതിൽ 1/α ആണ് 0.25 കിട്ടുന്നത്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു 1/0.25 എടുക്കണം. സോ ദിറ്റ് വിൽ ബി 4 എന്ന് കിട്ടും ആൻസർ. ഓക്കെ അല്ലേ, ഇൻറ്റിജർ ആയതുകൊണ്ടാണ്. അടുത്ത 9th question, the two light beams having intensities I and 9I interfere to produce a fringe pattern on screen. The phase difference between the beams is pi/2 at a point P and pi at a point Q. Then the difference between resultant intensities at P and Q will be. അപ്പോൾ 2 പോയിന്റിലെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ? IR ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2√I1 I2 cos phi ആണ്. ഇതാണ് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കേണ്ടത് എവിടെയാണ്, അറ്റ് പി എന്ന് പറയുന്ന പോയിന്റിലെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി IP എന്ന് എടുക്കാം നമുക്ക്. IP ഈസ് ഈക്വൽ ടു I1 എത്രയാ, I പ്ലസ് 9I പ്ലസ് 2 ഇൻറ്റു √I ഇൻറ്റു 9I. അവിടുത്തെ ഫേസ് ഡിഫറൻസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, pi/2, cos pi/2. cos pi/2ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, cos 90 0 ആണ്. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകില്ലേ, ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. ഈ ടേം മൊത്തത്തിൽ 0 ആയി പോയാൽ IP നമുക്ക് കിട്ടും, IP ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 10I എന്ന് കിട്ടും. IP ഈസ് 10I. നമ്മളോട് അതല്ല ചോദിച്ചിരിക്കുന്നത്, ക്യൂടെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ക്യൂ കണ്ടുപിടിക്കുമ്പോഴോ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. IQ ഈസ് ഈക്വൽ ടു I പ്ലസ് 9I പ്ലസ് 2 ഇൻറ്റു √I ഇൻറ്റു 9I ഇൻറ്റു കോസ് പൈ. കോസ് പൈയുടെ വാല്യൂ നമുക്കറിയാം -1 ആണ്. ശരിയല്ലേ, കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ സോ 10I മൈനസ് 9I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9I ഇൻറ്റു I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 9I². അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, 3I എന്ന് വരും. 3 ഇൻറ്റു 2 6 വരും, 6I എന്ന് വരും. ശരിയല്ലേ, ദാറ്റ് ഈസ് 4I എന്ന് വരും. IP എന്ന് പറയുന്നത് IQ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4I വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, IP മൈനസ് IQ ആണ്. IP മൈനസ് IQ ഈസ് ഈക്വൽ ടു 10I മൈനസ് 4I. ദാറ്റ് വിൽ ബി 6I എന്ന ആൻസർ കിട്ടും. 6I. ഓക്കെ ആണോ, 6I. ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 6I ആണ്. അടുത്ത 10th question, the interference pattern is obtained with the two coherent light source of intensity ratio 4:1 and the ratio Imax plus Iminima divided by Imax minus Iminima is 5/x. Then the value of x ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്ന സാധനം. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രിഞ്ചുകളെ തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്, കപ്പാസിറ്റിയാണ്. അതായത് ബ്രൈറ്റ് ഫ്രിഞ്ചുകളെ ബ്രൈറ്റ് ഫ്രിഞ്ചുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, ഡാർക്ക് ഫ്രിഞ്ചുകളെ തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റണം. ആ ഒരു വിസിബിലിറ്റിയാണ് നമ്മൾ ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ V is equal to IMAX minus I minima divided by IMAX plus I minima ആണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ. IMAX minus I minima divided by IMAX plus I minima ആണ് ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ തന്നെ നമ്മൾ വേറെ രീതിയിൽ എഴുതാറുണ്ട് 2√I1I2 ഡിവൈഡഡ് ബൈ I1 plus I2 എന്ന് എഴുതാറുണ്ട്. രണ്ട് ഇക്വേഷനാണ് ഫ്രിഞ്ച് വിസിബിലിറ്റി ഫാക്ടർ നമ്മൾ പഠിച്ചത്. IMAX minus I minima divided by ഇത് തന്നെ കിട്ടുന്നതാണ്. ഐമാക്സിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിന് ചെയ്തു √I1 plus √I2 the whole square. ഐമിനത്തിൻ്റെ വാല്യൂ നമ്മൾ ചെയ്തു √I1 minus √I2 the whole square. രണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു വാല്യൂ തന്നെയാണിത്. ഇതിൽ നിന്ന് തന്നെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ അത് പഠിച്ചതാണ്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? IMAX plus I minima divided by IMAX minus I minima ആണ്. അപ്പോൾ ഇതിനെ 1/v എന്നങ്ങ് എടുത്താൽ പോരെ. 1/v എന്ന് എടുത്താൽ എന്ത് വരും? I1 plus I2 divided by 2√I1I2 ഇങ്ങനെ എടുക്കാമല്ലോ. അതായത് 1/, ഫ്രിഞ്ച് വിസിബിലിറ്റി ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 5/x ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5/x. അപ്പോൾ I1 plus I2 എന്ന് പറഞ്ഞാൽ I1 നമുക്ക് 4i എന്നും I2 I എന്ന് എടുക്കാം, അല്ലെങ്കിൽ 4i എന്ന് എടുക്കാം, 4ഉം 1 എന്ന് എടുക്കാം. 4 plus 1 divided by 2 into 4 into 1, 4 into 1 which is equal to എന്താണെന്ന് തന്നിട്ടുണ്ട്? 5/x ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 divided by 4ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 into 2 4 is equal to 5/x എന്ന് കിട്ടും. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് പോകും. x is equal to എന്ത് കിട്ടും നമുക്ക്? എക്സിൻ്റെ വാല്യൂ ചോദിച്ചേക്കുന്നത് ഇറ്റ് വിൽ ബി 4 എന്ന് കിട്ടും. x is equal to 4. ഓക്കെ അല്ലേ? x is equal to 4. സോ ഓപ്ഷൻ വിൽ ബി B. അടുത്ത, എ ലൈറ്റ് ഹൂസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ആർ കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ബൈ യൂസിങ് എ ഗുഡ് പോളറോയിഡ് allowed to incident on the surface of prism at a Brewster's angle. Choose the most suitable option for the phenomenon related to the prism എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ് ലൈറ്റ് വന്ന് വീണാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്തായിരിക്കും? വന്ന് വീഴുന്ന ആംഗിൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഒരു സർഫസിൽ, ഒരു മീഡിയത്തിൻ്റെ ഇൻ്റർഫേസിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റാണ് വന്ന് വീഴുന്നതെങ്കിൽ, അൺപോളറൈസ്ഡ് ലൈറ്റ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കാണാൻ പറ്റും? രണ്ട് വൈബ്രേഷൻസ് കാണാൻ പറ്റും. ഡോട്ട്സ് എന്നും ആരോസ് എന്നും നമ്മൾ വിളിക്കുന്നത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഡോട്ട്സ് എന്നും ആരോസ് എന്നും വിളിക്കുന്ന രണ്ട് വൈബ്രേഷൻസ് ഉണ്ടെങ്കിൽ വന്ന് വീഴുന്ന ആംഗിൾ എന്ന് പറയുന്ന, ഒരു ലൈറ്റ് മീഡിയത്തിൽ നിന്ന് വന്ന് വീഴുകയാണെങ്കിൽ വന്ന് വീഴുന്ന ആംഗിൾ എന്ന് പറയുന്നത് പോളറൈസിങ് ആംഗിൾ ആണെങ്കിൽ, പോളറൈസിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദ പർട്ടിക്കുലർ ആംഗിൾ ഇൻ വിച്ച് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ ബിക്കം കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളറൈസിങ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. പോളറൈസിങ് ആംഗിളാണ് വന്ന് വീഴുന്നതെങ്കിൽ പോളറൈസിങ് ആംഗിളെ വിളിക്കുന്ന പേര് IP എന്നല്ലെങ്കിൽ θB എന്നാണ് വിളിക്കുന്നത്. θB ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്നും പറയും. റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും. മനസ്സിലായല്ലോ? റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഡോട്ട്സ് എന്നും ആരോസ് എന്നും നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെയാണ് നമ്മൾ ഡോട്ട്സ് എന്നും ആരോസിനും, ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിന് രണ്ട് കമ്പോണൻസിനെയാണ് നമ്മൾ ഡോട്ട്സ് ആയിട്ടും ആരോസ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാര്യം മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ആർ ഗവേൺഡ് ബൈ ഇറ്റ്സ് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് എലോൺ അല്ലേ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് മുഴുവൻ എന്ത് ചെയ്യുകയാണ്? റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് പോളറൈസ്ഡ് ആവണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടാവണം അല്ലേ. പോളറൈസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടാവണം റിഫ്ലക്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് എല്ലാം ഒരു നല്ല പോളറോയിഡ് വെച്ച് എന്ത് ചെയ്തേക്കാണ്? റിസോൾവ് ചെയ്തിരിക്കുക, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഒരു പോളറോയിഡിലൂടെ ലൈറ്റ് കടത്തി വിടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു പോളറോയിഡിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഡോട്ട്സ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടാവും. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് പറയുന്നത്? നമുക്ക് ഡോട്ട്സും ആരോസും ഉണ്ടാവും. ഇതിനെ ഒരു ക്രിസ്റ്റലിലൂടെ കടത്തി വിട്ടാൽ നമുക്കറിയാം ഈ ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്, അത് ഈ ആക്സിസ് ആണ്, AB എന്ന് പറഞ്ഞ ആക്സിസ് ആണ്. അതിലൂടെ കടന്നു പോകുന്ന ലൈറ്റിനെ, അതായത് അതിന് പാരലായിട്ട് വരുന്ന ലൈറ്റിനെ മാത്രമേ അത് അലോ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡോട്ട്സും ആരോസും വരുമ്പോൾ, ഡോട്ട്സും ആരോസും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് വൈബ്രേഷനാണ്, ഇങ്ങനെയും ഇങ്ങനെയുള്ള വൈബ്രേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈബ്രേഷൻസ് മാത്രമേ ഇതിലൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അടുത്തൊരു ക്രിസ്റ്റൽ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ക്രിസ്റ്റൽ വെക്കുന്നതെങ്കിൽ ഇതിനെ മുഴുവൻ അത് കടത്തിവിടും. കാരണം ഇതിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ലൈറ്റിനെ മുഴുവൻ അത് എന്ത് ചെയ്യും? കടത്തിവിടും. പക്ഷേ നമ്മൾ ക്രിസ്റ്റൽ വെക്കുന്നത് അങ്ങനെ അല്ല എങ്കിൽ, ഏകദേശം ക്രോസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ വെക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിന് പാരലല്ല അല്ലേ. ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റിനെ മാത്രമല്ലേ ക്രിസ്റ്റൽ കടത്തി വിടുള്ളൂ. അപ്പോൾ ഇവിടെ എമർജ് ചെയ്യുന്നത് 0 ഇൻറ്റൻസിറ്റി ആയിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സിനെ അവിടെ റിമൂവ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ റിഫ്ലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത്
പോളറൈസ്ഡ് ആയിട്ട് ഒരു കമ്പോണൻറ്റ് മാത്രമായിട്ട് എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻസ് മുഴുവൻ റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട്. റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്തുണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല. മുഴുവൻ ലൈറ്റും എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്മിഷൻ നടത്തുകയുള്ളൂ. അപ്പോൾ ദർ ഈസ് നോ റിഫ്ലക്ഷൻ ആൻഡ് there will be a total transmission of light. റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവണം. പക്ഷേ ഇവിടെ പോളറൈസ്ഡ് കമ്പോണൻറ്റുകൾ മുഴുവൻ എന്താണ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ റിഫ്ലക്ഷൻ ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ വർഷം JEE Main പല ഫേസുകളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും ഇനിയുള്ള എക്സാമുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.